എവിടെയും എത്തിയിട്ടില്ല. പക്ഷേ സ്കൂബ ടീം അടക്കം ദൗത്യത്തിൽ മുഴുകിയിരിക്കുകയാണ്. 25-ാം മണിക്കൂറിലേക്ക് ദൗത്യം കടന്നിരിക്കുകയാണ്. MG പ്രതീഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രതീഷ്, എന്താണ് പുതിയ വിവരം? വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാദൌത്യം 25-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. അപ്പോഴും പ്രതീക്ഷ നൽകുന്ന യാതൊരു വാർത്തയും ഇല്ല. പക്ഷേ സാധ്യമായ എല്ലാ വഴികളും നോക്കുകയാണ് ഫയർഫോഴ്സും മറ്റ് ഉദ്യോഗസ്ഥരും. നേരത്തെ നിലവിലെ ഒരു സ്ഥിതി ഫയർഫോഴ്സ് മേധാവി എത്തി വിലയിരുത്തിയിരുന്നു. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് നിലവിൽ ഒരു സഹകരണമുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ വരും മണിക്കൂറുകളിൽ ഊർജിതമാക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ അപ്പോഴും ഈ മാലിന്യ നീക്കം, നിലവിൽ ഇവിടെ നിന്ന് മാലിന്യ നീക്കം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. മാലിന്യം നഗരസഭാ ജീവനക്കാരടക്കം ഇപ്പോൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നില്ല. വലിയ തോതിൽ മാലിന്യം നിലവിൽ ഇപ്പോഴും ഈ ടണലിനുള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. ചെറിയ ഒഴുക്കുണ്ട് ഇപ്പോഴും ആമയിഴഞ്ചാൻ തോട്ടിൽ. അതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്ത് നിന്ന് കൂടുതൽ മാലിന്യങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. നമുക്ക് മറ്റൊരു ക്യാമറ ദൃശ്യങ്ങളിൽ ഈ മാലിന്യം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഈ ആമയിഴഞ്ചാൻ തോട്ടിന്റെ ഈ ജോയി അകപ്പെട്ട ടണലിന് ഒരു 20 മീറ്റർ അപ്പുറത്തുള്ള ഭാഗത്തെ മാലിന്യ കൂമ്പാരമാണ് നമുക്ക് മറ്റൊരു ക്യാമറ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കാരണം അത്രത്തോളം മാലിന്യ കൂമ്പാരം അവിടെ തങ്ങി നിൽക്കുകയാണ്. ഈ ശക്തമായ മഴയിലാണ് ആ മാലിന്യം നേരെ ഈ ടണലിലേക്ക് വന്ന് പതിയുകയും അവിടെ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യ നീക്കത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് ആരുടെ കുറ്റമെന്ന തരത്തിൽ ഈ പഴിചാരലുകൾ ഇപ്പോഴും തുടരുമ്പോഴും നമുക്ക് ഈ ജോയിയുടെ രക്ഷാപ്രവർത്തനത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒന്നും തന്നെ ഇല്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. നിലവിൽ ഈ 3-ാം പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തും ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. അതായത് ഈ 2 ഭാഗങ്ങളായി തിരിഞ്ഞ് 2 ടീമുകളായി തിരിഞ്ഞാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. ടണലിന്റെ മുൻഭാഗത്ത് NDRF-ഉം ഒരു സംഘം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും തിരച്ചിൽ നടത്തുന്നു. മറ്റൊരു ഭാഗത്ത് ഈ 3-ാം പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോളിൽ ഇറങ്ങിക്കൊണ്ട് മറ്റൊരു പരിശോധനയും നടത്തുന്നുണ്ട്. അതായത് ഈ 2 ഭാഗത്തിനിടയ്ക്ക് ഒരു 50-75 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ജോയി അകപ്പെട്ടിട്ടുണ്ടാകുമെന്നതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണക്ക് കൂട്ടുന്ന കാര്യം. അതുകൊണ്ട് തന്നെ 2 ടീമുകളായി തിരിഞ്ഞ് 2 ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. പക്ഷേ നിലവിൽ ഈ ജോയി ഉണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഭാഗത്തേക്ക് എത്താൻ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ജെൻ റോബോട്ടിക്സിന്റെ ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യയും നിലവിൽ തിരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട്. ആ മെഷീൻ ഇപ്പോൾ ഈ ടണലിന് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇതിന്റെ ക്യാമറ ദൃശ്യങ്ങൾ കൃത്യമായി ഈ ജീവനക്കാർ പകർത്തുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മറ്റ് തുടർ നടപടികളാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്ത് നിന്ന് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അടുത്ത സ്കൂബ അംഗം ഈ ടണലിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നതാണ്. നേരത്തെ ഒരു മണിക്കൂറിനിടെ 2 സ്കൂബ ടീം അംഗങ്ങൾ ഈ ടണലിനുള്ളിൽ ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ 3-ാമത്തെ ആളാണ് ഈ ടണലിനുള്ളിലേക്ക് പോകുന്നത്. അത് അത്രത്തോളം സങ്കീർണമായ ഒരു ദൌത്യമാണ് സ്കൂബ ടീം അംഗങ്ങളെ സംബന്ധിച്ചുള്ളത്. കാരണം ഇന്നലെ മുതൽ അവർ ഈ രക്ഷാദൌത്യം ഇവിടെ തുടരുകയാണ്. അതേ അംഗങ്ങൾ തന്നെ. കാരണം മറ്റ് കൂടുതൽ സ്കൂബ ടീം അംഗങ്ങൾ ഇവിടെ നിയോഗിച്ചു എന്ന് പറയുമ്പോൾ കൂടിയും ഇന്നലെ രക്ഷാദൌത്യം നടത്തിയ അതേ മുഖങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നും ഇവിടെ കാണാൻ കഴിയുന്നത്. അവർ തന്നെയാണ് വീണ്ടും ഈ അഴുക്ക് നിറഞ്ഞ തോട്ടിൽ മുങ്ങി ഈ ജോയിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ വീണ്ടും ഉള്ളിലേക്ക് പോവുകയാണ്. ഈ സ്കൂബ ടീം അംഗത്തിനൊപ്പം തന്നെ റോബോട്ടിക് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ അകത്ത് നടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ഈ ജെൻ റോബോട്ടിക്സിന്റെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. അവർ അത് കൃത്യമായി നിരീക്ഷിക്കുകയും അത് ഈ തിരച്ചിൽ നടത്തുന്ന ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് അതിന്റെ വിശദാംശങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചാണ് ഫയർഫോഴ്സും ഓരോ നടപടികൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്കൊപ്പം NDRF സംഘവുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ കാര്യക്ഷമമായി ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായൊരു ഫലപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഈ കഴിഞ്ഞ ആദ്യ മണിക്കൂറുകളിൽ എങ്ങനെയായിരുന്നു അതേ തടസ്സം തന്നെയാണ് ഇപ്പോഴും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും തിരച്ചിൽ സംഘങ്ങളെയും സംബന്ധിച്ച് ഉള്ളത്. ഈ മാലിന്യ നീക്കം എങ്ങനെ ഈ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലൂടെ എങ്ങനെ അകത്തേക്ക് പോകുമെന്നതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം സ്കൂബ ടീം അംഗങ്ങൾ സഞ്ചരിക്കുന്നത് ഈ വെള്ളത്തിനടിയിലൂടെയാണ്. വെള്ളത്തിനടിയിൽ മുങ്ങിത്തപ്പി എവിടെയെങ്കിലും ഈ
ജോയി ഉണ്ടോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. പക്ഷേ ഉപരിതലത്തിലൂടെ ഈ രക്ഷാപ്രവർത്തകർക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. കാരണം ഒരാൾക്ക് നടന്നു പോലും പോകാൻ കഴിയാത്ത അത്ര തരത്തിൽ മാലിന്യ കൂമ്പാരം അടിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മുകൾ ഭാഗത്ത് ഉപരിതലത്തിൽ ഒരു പരിശോധന നടത്താൻ കഴിയുന്നില്ല. ഈ ടണലിന്റെ ഈ മുൻഭാഗത്ത് നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ പോലും കൃത്യമായ ഒരു കാഴ്ച സാധ്യമല്ല എന്നതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ പല ഭാഗത്തും ഈ പാറ പോലെ ഈ മാലിന്യം അടിഞ്ഞു കൂടി കിടക്കുകയാണ്. വർഷങ്ങളായുള്ള മാലിന്യമാണ് ഈ ടണലിനുള്ളിൽ അടിഞ്ഞു കിടക്കുന്നത്. ഉള്ളിലേക്ക് പോകും തോറും ഈ പല ഭാഗങ്ങളും ഈ വലിയ വീതി കുറഞ്ഞ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അനായാസം ഈ രക്ഷാപ്രവർത്തകർക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിയുന്നില്ല. പക്ഷേ നേരത്തെയും ഈ പല ഭാഗങ്ങളിൽ ഈ ഫയർഫോഴ്സ് സംഘം ഒപ്പം സ്കൂബ ടീം അംഗങ്ങൾ തിരച്ചിൽ നടത്തിയിരുന്നു. ഈ ടണലിനുള്ളിൽ ഏതെങ്കിലും വിടവുകളുണ്ടോ അല്ലെങ്കിൽ ചെറിയ ദ്വാരങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ പരിശോധന നടത്തി അവിടെയൊക്കെ തന്നെ തിരച്ചിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലായി നടത്തിയ തിരച്ചിലൊക്കെ തന്നെ വിഫലമായി എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പക്ഷേ അപ്പോഴും ഈ തിരച്ചിലിന് ആ ദൗത്യത്തിന് ഒരു കുറവും അല്ലെങ്കിൽ അതിൽ യാതൊരു തരത്തിലുള്ള ഒരു ഇതും സംഭവിച്ചിട്ടില്ല. കാരണം അത്രത്തോളം കാര്യക്ഷമമായി തന്നെ ഈ തിരച്ചിൽ നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ 10:30 തുടങ്ങിയ തിരച്ചിലാണ്. അത് ഒരു 7:30 തന്നെ ഈ സ്കൂബ ടീമംഗങ്ങളുടെ തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും ഈ തിരച്ചിൽ നടത്തിയ ഒരു സമയത്ത് പോലും ഇവർ വിശ്രമിക്കാതെയുള്ള തിരച്ചിലാണ് ജോയിക്ക് വേണ്ടി നടത്തിയത്. കാരണം അത്രത്തോളം പരിശ്രമമുള്ള അത്രത്തോളം സങ്കീർണമായ ജീവൻ പണയം വെച്ചുള്ള ഒരു പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹരികൃഷ്ണനും ചേരുന്നു. ഹരികൃഷ്ണൻ, നേരത്തെ ഫയർഫോഴ്സ് മേധാവി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ടണലിനകത്ത് ഇനിയിപ്പോൾ സ്കൂബ ടീമിന് കടക്കാൻ കഴിയാത്ത അത്രയും ശക്തമായ മാലിന്യ കൂമ്പാരം കിടക്കുന്നുവെന്ന്. അത് നീക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. റെയിൽവേ അധികൃതർ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് നൽകുന്ന സൂചന എന്താണ്? അതായത് പേരിനൊരു ദൗത്യം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന് കാര്യമായ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഈ റെയിൽവേ ഈ വിഷയത്തിൽ ഇടപെട്ട് മാലിന്യ നീക്കം വളരെ ശക്തമാക്കുക, അതിനുശേഷം ഇതിലൊരു പുരോഗതി ഉണ്ടാകൂ എന്നാണോ? പ്രതീഷിലേക്ക് തിരികെ വരാം. ഹരികൃഷ്ണൻ അല്പസമയത്തിനകം വിവരങ്ങൾ നൽകാൻ ചേരും. പ്രതീക്ഷ, ഈ ടണലിനകത്ത് ഏതാണ്ട് 60 മീറ്ററോളം ഇനിയും വലിയ മാലിന്യ കൂമ്പാരം ഉണ്ടെന്നാണ് പറയുന്നത്. അത് നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം റെയിൽവേ അധികൃതർക്കാണെന്നും നേരത്തെ കെ പത്മകുമാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ദൗത്യത്തിൽ ഒരു പുരോഗതി ഉണ്ടാകണമെങ്കിൽ ആ ഘട്ടം കടക്കേണ്ടതാണ് എന്നല്ലേ അദ്ദേഹം നൽകുന്ന സൂചന? വേണു, തീർച്ചയായും. കാരണം നിലവിൽ രക്ഷാപ്രവർത്തനം നേരത്തെ ഏത് തരത്തിലായിരുന്നോ ആ തരത്തിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതിൽ കാര്യമായൊരു പുരോഗതി ഈ മണിക്കൂറിൽ പോലും ഉണ്ടായിട്ടില്ല. ഈ വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാലിന്യ നീക്കം നടത്തിയിട്ടുള്ളത് നിലവിൽ ഈ ടണലിന്റെ മുൻഭാഗത്ത് മാത്രമാണ്. ഈ മുൻഭാഗത്തെ മാലിന്യം മാത്രമേ നിലവിൽ നീക്കം ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിന്റെ എത്രയോ ഇരട്ടി മാലിന്യമാണ് ഈ ടണലിന് ഉള്ളിൽ ഉള്ളത്. പക്ഷേ അതിന്റെ തീവ്രത അല്ലെങ്കിൽ എത്രത്തോളം അളവിൽ മാലിന്യം അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്, അതിന്റെ ഉള്ളിലെ സാഹചര്യം എന്താണ്, ഇതൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് കൃത്യമായി ഒരു ധാരണയില്ല. കാരണം അത് റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ്. അതിൽ കൃത്യമായ ഒരു സഹകരണം റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. നേരത്തെ തന്നെ അത് ഈ റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ്, റെയിൽവേയാണ് അത് ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള ഒരു വാദങ്ങൾ നഗരസഭയുടെയും ഒപ്പം സംസ്ഥാന സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഭാഗത്ത് റെയിൽവേ സഹകരിക്കുന്നുവെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം പറയുന്നത്. പക്ഷേ ഇതിന്റെ കൂടുതൽ, അതായത് രക്ഷാപ്രവർത്തനം ഇനി മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ ഇതിന്റെ കൃത്യമായ റൂട്ട് മാപ്പ് അല്ലെങ്കിൽ ഈ 119 മീറ്റർ, അതായത് ഈ ആമയിഴഞ്ചൻ തോട് റെയിൽവേ ഭൂമിയിലൂടെ റെയിൽവേ പാളത്തിലൂടെ കടന്നു പോകുന്നത് 119 മീറ്റർ ആണ്. അതിന്റെ കൃത്യമായ ഒരു റൂട്ട് മാപ്പ് ഈ രക്ഷാപ്രവർത്തകർക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമേ ഇതിന്റെ ഈ ടണലിന്റെ ഒരു സാഹചര്യം എന്താണ് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ശരി, എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകുന്നത്. ഇന്നലെ മുതൽ കാണാതായ ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ കാര്യമായ പുരോഗതിയൊന്നുമില്ല. ദൗത്യം 25 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്.